വീക്കെൻഡ് വെതറൊക്കെ ആയിരുന്നുകൊണ്ട് നേരെ വിട്ട് ക്യാമ്പിങ്ങിന്. വർക്ക് കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെയും പെറുക്കിയെടുത്ത് നേരെ വെച്ച് പിടിച്ചു. ഇപ്പോഴേക്ക് ഇച്ചിരി രാത്രിയായി. 2 ഗ്ലാസ് എടുത്ത് pour ചെയ്ത് ഒഫീഷ്യലായിട്ട് കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തു. ദേ പിന്നെ ഈ കാണുന്ന തട്ടുകട സെറ്റപ്പ് അല്ല കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ഇലക്ട്രിക് ഗ്രില്ലാണ് യൂസ് ചെയ്തത്. ഗ്യാസ് സ്റ്റൗവിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. പ്രോപ്പർ സമ്മർ ആവാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിശാലമായ സ്ഥലം കിട്ടി. അങ്ങനെ ആ വൈബ് മൂഡിൽ 2 സ്റ്റെപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്ന് നേരെ പോയി തിരിഞ്ഞു. കാരണം നല്ല ടയേർഡായിരുന്നു വർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് എല്ലാവരും. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് എയർബഡും കാര്യങ്ങളൊന്നും ഒപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉറക്കമൊക്കെ കണക്കായിരുന്നു. അപ്പം നേരത്തെ തന്നെ പൊന്തി. പക്ഷേ ഞങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന ടീമുകളൊക്കെ രാവിലെ തന്നെ പൊന്തി ഒരു മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കയ്യിലുള്ള ബാക്കി ഐറ്റംസ് എല്ലാം വെച്ച് ഞങ്ങളൊരു തട്ടിക്കൂട്ട് ലെവലിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തു. ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ചുറ്റും നല്ല ആപ്പിൾ തോട്ടങ്ങളും ഫീൽഡൊക്കെ ഉണ്ട് നമുക്ക് നടക്കാൻ. കുട്ടികൾക്കാണെങ്കിൽ കളിച്ചാൽ വലിയൊരു പ്ലേ ഏരിയയും പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ വിറ്റാമിൻ ഡി ആവശ്യത്തിനായപ്പോഴേക്ക് ഞങ്ങൾക്ക് ചെക്കൗട്ടിനുള്ള സമയമായി. ഇനി ഏറ്റവും വലിയ ടാസ്ക് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ച് വണ്ടി കയറ്റുന്നതാണ്. അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വണ്ടി എടുത്തു.